നമസ്കാരം അമ്മ. നമസ്കാരം അമ്മ. എവിടുന്ന് വരുവാ? കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എവിടെയാ? എന്തോ അമ്മ? വവ്വാക്കാവ്, ആദിനാട്. ആ ആ അമ്മ, ഇടമനക്കാവിനെ പറ്റി എന്നാ അറിയുന്നേ? ഏകദേശം ഏത് മാസം അറിയണേ? ആ എന്നാൽ ഏകദേശം എത്ര മാസമായി കാണും? 8 മാസങ്ങളാണ്ട് അല്ലേ? 8 മാസം മുമ്പ് അറിയണേ. അങ്ങനെ ആദ്യമായിട്ട് എവിടെ എത്തി? ഇടമനക്കാവി എത്തി. ആ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? എത്ര മക്കളാ അമ്മയ്ക്ക്? ആണോ പെണ്ണോ? മൂത്തത് ആരാ? മൂത്തത് മോളാ. ആ മോൾ എന്ത് ചെയ്യുമായിരുന്നു? ജോലിയുണ്ടോ? ജോലിയില്ല. ആ ആ ആ ആ എത്ര വയസ്സുണ്ട് മക്കൾക്ക്? എത്രയാ? 27. ആ ശരി ശരി. വിവാഹം ആലോചിക്കുന്നുണ്ടായിരുന്നോ? എത്ര നാൾ കൊണ്ട്? 3-4 വർഷം കൊണ്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടമനക്കാവിൽ വന്നത്. ഇടമനക്കാവിൽ വന്നിട്ട് എന്ത് ചെയ്തു? ആ തിരുമേനിയോട് ഒന്ന് പറഞ്ഞോ? എന്തോ പറഞ്ഞോ? ആ അതിന് വേണ്ടിയിട്ട് പ്രദോഷ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്തത്? പ്രദോഷത്തിന്റെ ചടങ്ങ് ചെയ്തു. ചടങ്ങ് ചെയ്തില്ലേ? ചടങ്ങ് ചെയ്തിട്ട് ചടങ്ങിൽ പറഞ്ഞു പ്രദോഷം കഴിക്കാൻ അല്ലേ? ഇപ്പൊ എത്ര പ്രദോഷം കഴിച്ചു? 8 പൂജ കഴിഞ്ഞു. ഇനി വരുന്നത് 9ാമത്തെയാ. എത്രാമത്തെ പ്രദോഷ പൂജ കഴിഞ്ഞപ്പോ ഉറച്ചു? 7 ഉറച്ചു. എവിടുന്നാ ഉറച്ചത്? തേവലക്കരയെന്നാ ഉറച്ചത്. ആ നിശ്ചയം കഴിഞ്ഞോ? നിശ്ചയം കഴിഞ്ഞു. ആ കൊള്ളാം. എന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്നോട്. ഭഗവാനോട് പറഞ്ഞോ? അതെന്താ പറയാഞ്ഞേ? നിശ്ചയം കഴിഞ്ഞു. ഇനി കല്യാണം എന്നാ? അത് പറയുവോ? ഉറപ്പാണോ? ശരി. ഒക്ടോബർ 19. എന്താ ഭഗവാനെ പറ്റി പറയാനുള്ളത്? നല്ല വിശ്വാസമാ. ഈ അമ്മാനെ ഇപ്പൊ കാണാം പുറയിലൊക്കെ ഒരുപാട് പേര് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ വന്നിട്ട് പോയ ആൾക്കാര് കോഴിക്കോട് നിന്ന് വന്ന ആൾക്കാരാ. അവര് ഭാര്യയും ഭർത്താവും, സന്താന ഭാഗ്യം ഇല്ലാഞ്ഞിട്ട്. അപ്പോ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ബോംബെയിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ ആവാലവൃന്ദം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് അല്ലേ? അമ്മ കാണുന്നതാണ്. ഇത്ര രാത്രി ആയാലും പാരാത്രി 11 മണി ആയാലും എത്ര യാതന സഹിച്ചു ആൾക്കാർ പോകാതെ ഇത്രയും വന്ന് ഇവിടെ നിൽക്കണമെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അഗാധമായിട്ട് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഇത്രയും ദൂരം താണ്ടി വരുമോ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ ഇത്രയും രാത്രി ആയാലും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഭഗവാനെ വിശ്വസിച്ച് വരുന്ന ഭക്തജനങ്ങളുടെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വിശ്വസിച്ചാ കൂടെ കാണുമെന്ന ഉറപ്പാണോ? അമ്മ ഭഗവാന്റെ നാമം ചൊല്ലുന്നുണ്ടോ? കള്ളം പറയരുത്. സ്വാമിയുടെ മുമ്പിൽ നിന്നാ പറയണേ. എന്താ സ്വാമിയുടെ നാമം? മകളെ മോളെ നീ മുഖം കാണിച്ചേ. നീ നിന്നെ മറഞ്ഞു നിൽക്കുന്നേ. നീ ചൊല്ലുന്നുണ്ടോ? സത്യം പറയണം. എന്തുവാ? എല്ലാ ദിവസവും മരണം വരെ ചൊല്ലുവോ? നിങ്ങൾ ചൊല്ലുവോ? കൂടെ വന്നേ ചൊല്ലുന്നുണ്ടോ? കൂടെ വന്നവർ ചൊല്ലുന്നുണ്ടോ? ഉണ്ടോ? കള്ളം പറയരുത്. ഇല്ല. മറ്റേ ആളോ? ആദ്യമായിട്ട് വരിക. ശരി ശരി. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കേട്ടെ. വന്നതിന് വളരെ സന്തോഷം. തുടർന്നും യാതൊരു സംശയമില്ല. ഈ പറയുന്നതൊക്കെ ഞാനല്ല, ഭഗവാനാണ്. ഇനിയും ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ പൈസയ്ക്കോ ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നിനും ഒരു സ്വാമി ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് അനുഗ്രഹിക്കും. ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കും. യാതൊരു സംശയവും. ഇനിയും നിങ്ങൾ പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന്. എല്ലാം ഉണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥനയുണ്ടാകും. ശിവോഹം.